ദീപിക എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ വൈകാരികമായ ഒരു സംവിധാനമാണ്. പത്രമുത്തശ്ശിയാണ്, കേരളത്തിൻ്റെ ആദ്യത്തെ പത്രമാണ്. അതിനുശേഷം പോലുമാണ് മനോരമ, അവിടെ പ്രിൻ്റ് അടിച്ച് തുടങ്ങിയതാണ് മനോരമ. അവിടെ മനോരമ വരെ അതിനുശേഷം വന്നാണ്, പത്രമുത്തശ്ശിയാണ്. അന്ന് തുടങ്ങിയ ഈ ദീപികനെ കൈകാര്യം ചെയ്യുന്നത് പള്ളിയിലച്ചന്മാർ തന്നെയാണ്. ഏത് ഇൻവെസ്റ്റർ ഫാരിസ് അബൂബക്കർ വന്ന കാലത്ത് പോലും കൈകാര്യം ചെയ്തിരുന്നത് പള്ളിയിലച്ചന്മാർ തന്നെയാണ്. അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്. ഇൻവെസ്റ്റർ അവിടുന്ന് വന്നു, ഇവിടുന്ന് വന്ന് പൈസ അവിടെ കിട്ടി, പരസ്യം കൊടുത്തു. അതുകൊണ്ട് പിന്നെ അത് ദീപിക എന്ന് പറയുന്നത് ക്രിസ്ത്യാനി സമൂഹം അല്ലെങ്കിൽ സഭയായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു നിർത്താൻ അത് കേരളത്തിലെ ഒരു ക്രിസ്ത്യാനി സമ്മതിക്കാൻ പോകുന്നില്ല, ഒരു അച്ഛന്മാർ സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? ഇവിടെ സംഭവിച്ചത് BJP പൊതുവായി നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പൈസ കൊടുക്കുക വാർത്ത മേടിക്കുക എന്നുള്ള നിലയ്ക്ക് 1 കോടിയിലധികം രൂപ എങ്ങാണ്ടാണ് സഭ ഈ ദീപികയ്ക്ക് പരസ്യത്തിന് കൊടുത്തത്. ഫ്രണ്ട് പേജ് ജാക്കറ്റിന് വേണ്ടി പരസ്യത്തിന് കൊടുത്തത് 1,10,00,000 എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത്രയും രൂപയാണ് കൊടുത്തത്. അപ്പോൾ ഇവരെന്താ വിചാരിച്ചത്? അപ്പം കോൺഗ്രസ് 70 ലക്ഷം 80 ലക്ഷം കണ്ടേ കൊടുത്തിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് അതിനേക്കാളും CPM എനിക്ക് കൊടുത്തോന്ന് അറിയില്ല, വളരെ കുറച്ച് പൈസയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ BJP എന്താ, നമ്മൾ കൂടുതൽ പൈസ തന്നാൽ നമുക്ക് വലിയ വാർത്തകൾ എഴുതി തരും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പൈസ ചിലപ്പം കൊടുത്തിട്ടുണ്ടാവുക. അവരൊന്നും ആ പ്രതികരണം കിട്ടിയിട്ടില്ല. കാരണം അവിടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വാർത്ത എഴുതാനിരിക്കുന്നവരായിരിക്കില്ല ദീപികയിലെ ആൾക്കാർ. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്നത്.